UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഒരുക്കങ്ങളിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണങ്ങൾ അയച്ചിട്ടുണ്ട്. ഇൻവിറ്റേഷനൊക്കെ പോയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയാണ് ഇൻവിറ്റേഷൻ നടത്തിയിരിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് രാവിലെ 10 മണിയോടെ തലസ്ഥാനത്ത് തിരിച്ചെത്തും. കൊച്ചിയിൽ നിന്ന് ശൈലി മാറ്റത്ത് VD സതീശൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്ലിഫ് ഹൗസും മന്ത്രിമന്ദിരങ്ങളും മോടി പിടിപ്പിക്കേണ്ട എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി റോഡ് ക്ലോസ് ചെയ്യുക, അതുപോലെ റോഡ് അടച്ചിടുക, ഒരുപാട് വാഹന വ്യൂഹത്തിലൂടെ പാഞ്ഞു നടക്കുക, ഇതൊന്നും തനിക്ക് ചേരുന്ന പരിപാടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഏറ്റവും കുറച്ച് വാഹനങ്ങൾ മതി, 5 വാഹനങ്ങൾക്ക് താഴെ. എന്നാൽ സുരക്ഷ സെക്യൂരിറ്റിയുള്ള മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ സുരക്ഷ കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് DGP അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പരിമിതമായ സൗകര്യം മതി, എന്തെങ്കിലും റോഡിൽ തിരക്കുണ്ടെങ്കിൽ ഞാൻ ആ ക്യൂവിൽ കടന്നോളാം എന്ന രീതിയിലുള്ള വളരെ ലളിതമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് VD സതീശൻ പറയുന്നത്. അത് തുടക്കത്തിൽ പറയുന്ന കാര്യമായി മാറരുത്, അവസാനം വരെ ഇവ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷബീദ്, അവിടെ തിരക്കിട്ട ഒരുക്കങ്ങൾ നടക്കുകയാണോ? എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുന്ന സന്തോഷം അത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതൃത്വത്തിനുമുണ്ട്. ഇതിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞാ ചടങ്ങ് വളരെ വിപുലമായി, വളരെ ആഘോഷത്തോടെ നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. നിലവിലിപ്പോൾ ഈ സുരക്ഷാ പ്രശ്നങ്ങളുടെ ഭാഗമായി ഈ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിമാരടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. പക്ഷേ നമുക്കിത് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും കാര്യമായിട്ടുള്ള ഒരുക്കങ്ങൾ, മുന്നൊരുക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. 3000-ഓളം പേർക്ക് ഇരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് സത്യപ്രതിജ്ഞയ്ക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അതിന്റെ ഒരുക്കങ്ങളൊക്കെ കാണാൻ സാധിക്കും. കൂടാതെ ഈ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്തും. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ഇന്നലെ ചീഫ് സെക്രട്ടറി ക്ഷണിച്ചിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. മുഴുവൻ MLA-മാരുടെയും സത്യപ്രതിജ്ഞ നമുക്ക് തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം. 22-ആണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 28-ന് നയപ്രഖ്യാപനവും അടുത്ത മാസം 5-ന് ബജറ്റ് അവതരണവും. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് VD സതീശനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതും വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇന്നലെ ഈ സുരക്ഷാ വാഹനങ്ങൾ സംബന്ധിച്ചും അതേപോലെ കോൺവോയ് സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അത് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരുന്നു. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അധിക സുരക്ഷ തനിക്ക് വേണ്ട, മാത്രമല്ല എസ്കോർട്ട് വാഹനം അടക്കമുള്ള കാര്യങ്ങൾ മതിയെന്നായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു ബൈറ്റും നൽകിയിരുന്നു. ബൈറ്റിൽ പറഞ്ഞത് താൻ ഇങ്ങനെ ഈ വലിയ വാഹന വ്യൂഹത്തോടൊക്കെ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ നാട്ടുകാർ തന്നെ നോക്കി ചിരിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മോടി പിടിപ്പിക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. കാര്യമായ ആർഭാടം വേണ്ട, വലിയ ചിലവ് മുടക്കി ദൂരത്തിലേക്ക് കാര്യങ്ങൾ പോണ്ട, മിനിമം അറ്റകുറ്റപ്പണി മാത്രം ചെയ്യുക, അതിനപ്പുറത്തേക്ക് ക്ലിഫ് ഹൗസിൽ കാര്യമായ മോടി പിടിപ്പിക്കൽ ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ VD സതീശൻ എടുത്തിരിക്കുന്നുണ്ട്. കൂടാതെ മറ്റു മന്ത്രിമാർ താമസിക്കുന്ന ഔദ്യോഗിക വസതിയും കാര്യമായി മോടി പിടിപ്പിക്കേണ്ട എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതൊരു പുതിയ നിർദ്ദേശമായി കൂടി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ ക്ലിഫ് ഹൗസ് നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് VD സതീശൻ തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ആർഭാടം വേണ്ട, പ്രത്യേകിച്ച് മുണ്ടുമുറുക്കി കൊടുക്കേണ്ട ഒരു സമയത്ത് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളുടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ആർഭാടം വേണ്ട എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം, നിയുക്ത മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.